KSRTC ബസ്സിൽ നിന്ന് തെറിച്ചു വീണ് വീട്ടമ്മയ്ക്ക് ഗുരുതരമായ പരിക്ക്. കോഴിക്കോട് കൂടത്തായി അമ്പലക്കുന്ന് സ്വദേശി സീനത്തിനാണ് പരിക്കേറ്റത്. കോഴിക്കോട് താമരശ്ശേരി ചുടലമുക്കിലാണ് സംഭവം. ബസിന്റെ മുൻവശത്തെ ഡോറ് തുറന്ന് പുറത്തേക്ക് വീഴുകയായിരുന്നു. നോർമൽ ഒരാളാണ്. ആ സമയത്ത് ചുടലമുക്കിലെ വളവ് വളയുന്ന സമയത്ത് ഡോറ് തൊട്ട സമയത്ത് തന്നെ ഈ സ്ത്രീ തെറിച്ച് വീണു. പുറത്തേക്ക് വീട് സ്ലേബ് തല അടിച്ചു വരുന്നത്. ഈ ലോക്ക് ആര് തൊട്ടാലും അപ്പോൾ ഓപ്പണാണ്. ഇത് നേരെ വിപരീതമായിട്ടാണ് ആ ലോക്ക് ഫിറ്റ് ചെയ്തത്. താഴോട്ട് ആക്കേണ്ട ലോക്ക് അല്ല, മേലോട്ട് ലോക്ക് തുറക്കേണ്ട ലോക്ക് താഴോട്ട് തൊട്ടാൽ ലോക്ക് ഓപ്പണാണ്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി ചേരുന്നു. അഭിജിത്ത്, സീനത്തിന്റെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? ഹാഷ്മി, അല്പം ഗുരുതരമായി തന്നെ ഈ വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ അവർ ചികിത്സയിൽ തുടരുകയുമാണ്. ഈ KSRTC ബസ് നിലമ്പൂരിൽ നിന്ന് മാനന്തവാടി വഴി ഇരിട്ടിയിലേക്ക് പോകുന്ന ബസ്സാണ്. ഈ സീനത്ത് ഇവിടെ ഈ ബസ്സിൽ കയറുന്നു. കൂടത്തായിൽ നിന്നാണ് സീനത്ത് ബസ്സിലേക്ക് കയറുന്നത്. അതിനിടയിൽ ഈ ചുടലമുക്കിലെത്തിയപ്പോൾ, അതൊരു വളവാണ്, ബസ്സിൽ നിറയെ യാത്രക്കാരുണ്ടായിരുന്നു. ഈ സീനത്ത് നിലതെറ്റി, വളവ് തിരിഞ്ഞപ്പോൾ നിലതെറ്റി ഈ ഡോറിൽ തട്ടുകയും അബദ്ധത്തിൽ ഡോർ തുറന്നു പോവുകയുമാണ്. ഈ ബസ്സിൽ നിന്ന് സീനത്ത് പുറത്തേക്ക് തെറിച്ചു വീഴുകയും ചെയ്തു. അങ്ങനെയാണ് സീനത്തിന് പരിക്ക് പറ്റുന്നത്. നമ്മൾ മനസ്സിലാക്കിയ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൻ്റെ മുൻവശത്തെ ഡോർ ഫിറ്റ് ചെയ്തത് ശരിയായ രീതിയിലല്ല എന്നുള്ളത് തന്നെയാണ്. നേരത്തെ തന്നെ കൃത്യമായി ഈ ഡോറുകൾ പുതിയ രീതിയിൽ മാറ്റി സ്ഥാപിക്കണം എന്നതൊക്കെയുള്ള ഉത്തരവ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള നിർദ്ദേശമൊക്കെ വന്നിട്ടുള്ളതാണ്. പക്ഷേ ഈ ബസ്സിൻ്റെ മുൻവശത്തെ ഡോർ ആർക്ക് വേണമെങ്കിലും ചെറുതായി ഒന്ന് തട്ടിയാൽ തന്നെ തുറന്നു പോകാൻ കഴിയുന്ന രീതിയിലാണ് എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട പരാതി. ഇങ്ങനെയാണ് ഈ ഡോർ തുറന്നു പോകുന്നതും സീനത്ത് പുറത്തേക്ക് വീഴുന്നതും എന്ന് ദൃക്സാക്ഷികൾ തന്നെ പറയുന്നുണ്ട്. ഏതായാലും ഉടൻ തന്നെ ഈ സീനത്തിനെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിലവിൽ ചികിത്സയിൽ തുടരുകയുമാണ്. ഹാഷ്മി, ഓക്കെ. അപ്പോൾ ആ ബസ്സിന്റെ ഡോറിന് എന്തോ കാര്യമായ പ്രശ്നമുണ്ടായിരുന്നു, പിഴവുണ്ടായിരുന്നു. ആ പിഴവാണ് ഒരു സീനത്ത് പുറത്തേക്ക് തെറിച്ചു വീഴാനും ഗുരുതരമായി പരിക്കേൽക്കാനുള്ള കാരണം. പരിക്ക് ഗുരുതരമാണ്, പക്ഷേ എത്രയും പെട്ടെന്ന് ആരോഗ്യത്തിലേക്ക്, ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ. അതേസമയം തന്നെ ആ ബസ്സിന്റെ പ്രശ്നത്തിൽ നടപടി എടുക്കേണ്ടവർക്കെതിരെ നടപടി കർശനമായി ഉണ്ടാവട്ടെ.